ഹലോ നമസ്കാരം സുഹൃത്തെ. നമ്മൾ ട്രോമ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രോമ ഉള്ള ആളുകൾ എത്തിച്ചേരുന്ന ഒരു റിലേഷൻഷിപ്പ്, അതിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ പറ്റാത്തൊരവസ്ഥ, അത്തരത്തിൽ അതിൽ അഡിക്റ്റായി പോകുന്നതിനെയാണ് ട്രോമ ബോണ്ട് എന്ന് പറയാം. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് രക്ഷിതാക്കളിൽ നിന്ന് വേണ്ട സ്നേഹവും പരിഗണനയൊന്നും കിട്ടാതെ വരുമ്പോൾ ആ ഒരു മുറിവ്, നമ്മൾ ഉണ്ടാക്കുന്ന ട്രോമ, ആ ഇമോഷണൽ ഡ്രൈ ഉണ്ടല്ലോ, ആ ഡ്രൈ സത്യം പറഞ്ഞാൽ ഈ രക്ഷിതാക്കൾ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒന്നൊരിക്കലും അവർക്ക് ജോലി ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യൂല, കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയൂല. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മാതാപിതാക്കൾ കുട്ടികളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെന്തായാലും, ഇനിയിപ്പോൾ എന്തൊക്കെ തിരക്കാണെന്നുണ്ടെങ്കിലും എത്ര ജോലിയാണെന്നുണ്ടെങ്കിലും അവർ ആ സ്നേഹം പരിഗണനയും കൊടുക്കന്നെ ചെയ്യും എന്നുള്ളതാണ്. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ മാതാപിതാക്കൾക്ക് ആ കുട്ടികളോട് സ്നേഹമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അത്തരത്തിൽ സ്നേഹം കിട്ടാതെ വരുമ്പോൾ ഈ കുട്ടികൾ വിചാരിക്കും, എൻ്റെ ഉമ്മാക്ക് ജോലി ആയിട്ടാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ എൻ്റെ അച്ഛന് ഇത്തരത്തിൽ തിരക്കായത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇവരങ്ങനെ സമാധാനിക്കും. കാരണം ഇവർക്ക് തൻ്റെ മാതാപിതാക്കൾക്ക് തന്നോട് സ്നേഹമില്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക്, ആ ചെറിയ കുട്ടികളല്ലേ, അവർക്ക് അത്തരത്തിൽ കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഇമോഷണലി ഡ്രൈ ആയിട്ടുള്ള കുട്ടികൾ കൂടുതലും അട്രാക്റ്റഡ് ആയിട്ട് എത്തുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തായിരിക്കും കൂടുതലായിട്ട് എത്തിപ്പെടുക. എന്ന് പറഞ്ഞാൽ ഈ നാർസിസിസ്റ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം, എന്നാലേ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഈ നാർസിസിസ്റ്റിനുള്ള വ്യക്തിത്വം, അവർ ഒരു മാനിപ്പുലേഷനിൽ നടത്തുന്ന വ്യക്തിത്വമാണ്. അവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരിപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യും, ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് തരും. അതായത് ഒരു ലവ് ബോംബിങ് അവർ നടത്തും. ഈ ലവ് ബോംബിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, നമ്മളെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതറിയണത് വരെ ഈ ലവ് ബോംബിങ് തുടരും. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഈ സ്ട്രെങ്ത്തിനൊക്കെ എന്ത് ചെയ്യാണ്, അത് എടുത്തു കളയണം എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. കാരണം അത് കഴിഞ്ഞാലേ ഇവർക്ക് നമ്മളെ വേണ്ട രീതിയിൽ മാനിപ്പുലേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പം അങ്ങനെ എന്ത് ചെയ്യാണ്, നമുക്ക് അടുത്ത് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല ബന്ധുക്കളുണ്ട്, അതുപോലെ നല്ല നല്ല കഴിവുകളൊക്കെ എന്ത് ചെയ്യാണ് നമുക്ക് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഇതൊക്കെ ഇവർ മനസ്സിലാക്കിയിട്ട് ഒരു ഓരോന്നോരോന്നായിട്ട് നമ്മളിൽ നിന്ന് അകറ്റും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സുഹൃത്ത്, ഈ സുഹൃത്തിന് എന്ത് ചെയ്യും, ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പരിചയപ്പെടും ആദ്യം. എന്നിട്ട് ഇവരെ നമ്മളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ഇവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ, പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യും, ഇവരോരോ പ്രവർത്തനങ്ങൾ നടത്തും. അത് ഫിസിക്കലായിട്ടല്ല നടത്തുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. ഇവരെന്ത് ചെയ്യും, ഇമോഷണലായിട്ട്, അതായത് നമ്മളുണ്ടാവുമല്ലോ ഇറിറ്റേഷൻ ചെയ്യുന്ന രീതിയിൽ ഇവരെ ദേഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനെ ഇവർ ദേഷ്യപ്പെട്ട് വരികയാണെന്ന് കാണുമ്പോൾ ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, അതിന് മുന്നേ എന്ത് ചെയ്യും, നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, അവന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരും, നമ്മളെ അകറ്റാൻ വേണ്ടിയിട്ടാണ്, ഇതൊന്ന് ശ്രദ്ധിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മോട് വന്ന് പറയും. നമ്മളെന്ത് ചെയ്യണം, നമ്മളത് വിശ്വസിക്കും. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ്, നമ്മൾ ഇമോഷണലി ഡ്രൈ ആയി നിന്നപ്പോൾ നമുക്ക് ഏറ്റവും നല്ല സ്നേഹം തന്ന ആളാണ് ആര്, ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യുന്നില്ല മട്ടത്തിൽ നമ്മൾ ഈ അടുത്ത സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ നമ്മൾ പറയും, നീ പറയണതൊന്നല്ല ശരി, എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളാണ് ഇയാൾ എന്ന് പറയുന്നത്, നീ അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഞങ്ങളെ തെറ്റിക്കാൻ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ സുഹൃത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ പതിയെ പതിയെ നമ്മളെ ബന്ധുക്കളെയും നമ്മളെ കെയർ ചെയ്യുന്ന എല്ലാവരെയും എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് അകറ്റും. ഇതൊക്കെ അകന്ന് കഴിയുമ്പോഴാണ് ഇയാളുടെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വം നമ്മളെ മുന്നിൽ വരിക. ഇയാൾ എന്ത് ചെയ്യും, നമ്മളെല്ലാ കെയർ ചെയ്യുന്ന ആളുകളെയും എല്ലാ ശക്തി കേന്ദ്രവും നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ഇയാള് നമ്മളെ ഇമോഷൻസിൻ്റെയും എല്ലാത്തിൻ്റെ ഒരു കൺട്രോളിങ് എന്ത് ചെയ്യും, ഇയാളെ കയ്യിലെടുക്കും. അങ്ങനെ ഇയാളെ കയ്യിലെടുത്തിട്ട് ഇയാള് പറയണത് എന്തും ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, റെഡി ആയിട്ട് നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ ഹർട്ട് ചെയ്യും, നല്ല രീതിയിൽ ഒറ്റപ്പെടുത്തും, നല്ല രീതിയിൽ സൈലന്റ് ട്രീറ്റ്മെന്റ് തരും.
അത്തരത്തിൽ നമ്മളെ ഇമോഷണലി പറ്റ ഡ്രൈ ആക്കിയിട്ട് നമ്മളെ അത്രയും ഡൗൺ ആക്കിയിട്ട് നിർത്തിയിട്ട് എന്ത് ചെയ്യും ഇവര് നമ്മൾ അത്തരത്തിൽ നമ്മളെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അത്തരത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെന്ന് പറയാൻ ആരെടുത്താ, നമ്മളെ സുഹൃത്തിൻ്റെ അടുത്ത് പറയും അല്ലേ, നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് പറയും. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ നമ്മളെ ചുറ്റും ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വീട്ടിലെ സുഹൃത്തുക്കളെയും നമ്മളെ കെയർ ചെയ്യുന്ന ബന്ധുക്കളെയും നമ്മളെ ശക്തി കേന്ദ്രമൊക്കെ എന്ത് ചെയ്തു, ഇയാള് ആദ്യമേ തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് തൻ്റെ ആള് തന്നെ വിട്ടു പോകാനുള്ള എല്ലാ പഴുതും എന്ത് ചെയ്തിക്കണ് ഇയാൾ അടച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിനെയാണ് ഇയാൾ എന്ത് ചെയ്യണത് നിങ്ങളെ ഇത്തരത്തിൽ ഇറിറ്റേഷൻ ചെയ്യണത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇയാളെ മാനിപ്പുലേഷൻ നമ്മൾ കുടുങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിക്കും. ഇയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറിറ്റേഷൻ ചെയ്യും, നല്ല രീതിയിൽ ഹർട്ട് ചെയ്യും, നല്ല രീതിയിൽ അവഗണിക്കും, ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ തെറ്റുകാരായിട്ട് ചിത്രീകരിക്കും. ഇത്തരത്തിൽ എന്ത് ചെയ്യും നമ്മളെ നല്ല രീതിയിൽ തന്നെ ഇവർ നമ്മളെ ഇമോഷണലായിട്ട് ഡൗൺ ആക്കി കളയും. പക്ഷെ നമുക്ക് ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോരാനുള്ള എല്ലാ പഴുതുകളും ഇയാൾ അടച്ചും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ബന്ധത്തിനുള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ഡിപ്രഷനിലോട്ട് പോയി പോയി നമ്മൾ ആരുമല്ലാത്ത രീതിയിൽ നമ്മൾ അത്രയും നമ്മൾ ചോര ഊറ്റി കുടിക്കാന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള ആളുകളെ നമ്മളെ ആക്കിക്കളയും. നമ്മളെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ കൊല്ലാതെ കൊല്ലാന്നൊക്കെ പറയില്ലേ, ആ രീതിയിലേക്ക് എന്ത് ചെയ്യും ഇവർ നമ്മളെ എത്തിക്കും എന്നുള്ളതാണ്. നമ്മളെ സമൂഹത്തിൽ നിന്നും എല്ലാത്തിനും ഇവർ ഒറ്റപ്പെടുത്തുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഇമോഷണലി ഡ്രൈ ആയിട്ടുള്ള കുട്ടികൾ, ചെറുപ്പത്തിൽ സ്നേഹം പരിഗണനയൊന്നും കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള ആളുകളുടെ കെണിയിൽ പെട്ടെന്ന് വീണു പോകും. അങ്ങനെ ഇവരെന്ത് ചെയ്യും ഇവരിൽ വീണ് പോയിട്ട് ഇതുപോലെയുള്ള ആദ്യം ഇവരെന്ത് ചെയ്യും നമ്മളെ സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ട് നമ്മളൊന്ന് അകറ്റിയിട്ട് എന്ത് ചെയ്യും നമ്മളെ ടോട്ടലി കൺട്രോൾ വരെ എടുക്കും. എന്നിട്ട് നമ്മളെ എന്ത് ചെയ്യും നമുക്ക് ആദ്യം നല്ല ലവ് ബോംബിങ് തരും. ആ സ്നേഹത്തിന് ഇങ്ങനെ ഇതാക്കുമ്പോൾ നമ്മളെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരെന്നെ നമ്മളെ ഹർട്ട് ചെയ്യും, ഒറ്റപ്പെടുത്തും, സൈലന്റ് ട്രീറ്റ്മെന്റ് തരും. ചില സമയത്ത് ഇവർ കാമായിട്ടിരിക്കും. അങ്ങനെ പല വേരിയേഷൻസിൽ എന്ത് ചെയ്യും ഇവരുടെ ഇമോഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഇമോഷനൊക്കെ വല്ലാതെ പരിധി കടക്കുമ്പോൾ ഈ ഇമോഷണലി ഡ്രൈ ആയിട്ടുള്ള ആളുകൾ ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ അകന്നു പോകാണെന്ന് കാണുമ്പോൾ ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അവർ വേഗം ചെന്ന് കണ്ട് പറയും ഞാൻ സോറി കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്തതൊക്കെ ഞാൻ അറിയാതെ ചെയ്തതാണ്, ഇനി എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവില്ല, നമുക്കിനി പുതിയൊരു ബന്ധമായിട്ട് നമുക്ക് പോവാം, നമുക്ക് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകാമെന്നുള്ളൊരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഫേക്ക് പ്രോമിസ് എന്ത് ചെയ്യും ഇവർ കൊടുക്കും. അങ്ങനെ ഈ പ്രോമിസിൽ എന്ത് ചെയ്യും ഇവർ വീണ്ടും വീഴും എന്നുള്ളതാണ്. അങ്ങനെ റൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ പോയി കുറേ കാലം കഴിയുമ്പോഴാണ്, ഒരു 10-15 വർഷം നമ്മളെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. വേറെ ആരും പറഞ്ഞു തരാനില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 10-15 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. അങ്ങനെ ഈ മനസ്സിലാവുന്ന ടൈം ആകുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തീർന്നിട്ടുണ്ടാവും. അങ്ങനെ ഇവര് ഈ സൈക്കിൾ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയിട്ട് നമ്മൾ ആകെ ഡൗൺ ആയിട്ട് നമുക്ക് ജീവിക്കുന്നുണ്ടോ മരിക്കുന്നുണ്ടോ എന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു ബന്ധത്തിന് നമുക്ക് വിട്ടുപോരാൻ സാധിക്കൂല. കാരണം വിട്ടുപോന്നു കഴിഞ്ഞാൽ നമ്മൾ പറ്റ ഡൗൺ, നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലാത്ത തരത്തിൽ എന്ത് ചെയ്യും നമ്മൾ ആകെ തകർന്നടിഞ്ഞു പോവും. കാരണം അത്തരത്തിലുള്ളൊരു ലൂപ്പിന്റെ അകത്താണ് നമ്മൾ പെട്ടിട്ടുള്ളത്. ഈ ഇറങ്ങി വരാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്നത്, ഈ ട്രോമ ബാധിച്ച ആളുകൾ പെട്ടുപോകുന്നതാണ് നമ്മൾ ട്രോമ ബോണ്ടിങ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പുറത്ത് കടക്കാൻ സാധിക്കൂല, നമ്മളെ ഉള്ള പൊട്ടൻഷ്യലിനെ നമുക്ക് പുറത്ത് കാണിക്കാൻ സാധിക്കൂല, നമ്മളെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവില്ല, നല്ല രീതിയിൽ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂല, നമ്മളെ ലക്ഷ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂല, ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനുകളിൽ ഈ നാർസിസിസ്റ്റിന്റെ പല രൂപങ്ങളെ കുറിച്ചും ഈ ട്രോമ ബോണ്ടിങ് പോലെയുള്ള നമ്മുടെ ട്രോമയിൽ നിന്നൊക്കെ കയറി വരാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സെക്ഷനുകളിൽ നമുക്ക് ചർച്ച ചെയ്തിട്ട് പോവാം. പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്ര വലിയ ബോണ്ടിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇറങ്ങി വന്ന് നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത സെക്ഷനിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട്
ഇപ്പം നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.